അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബദർ യുദ്ധത്തിൽ പിടികൂടപ്പെട്ട യുദ്ധത്തടവുകാരെ തൽക്കാലം പള്ളിയുടെ സമീപത്തായി ഉള്ള ഒരു മുറിയിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. സുരക്ഷയ്ക്ക് വേണ്ടി കൈയും കാലുമെല്ലാം കൂട്ടിക്കെട്ടിയാണ് അവരെ അതിൻ്റെ ഉള്ളിൽ പാർപ്പിച്ചിരിക്കുന്നത്. എന്തെങ്കിലും തീരുമാനമാകാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു. എല്ലാവരും അന്ന് രാത്രി മദീനയിലെത്തിയ ഉടനെ സ്വന്തം വീടുകളിലേക്ക് പോയി സന്തോഷമെല്ലാം പങ്കിട്ടു. യുദ്ധത്തിൻ്റെ രംഗങ്ങളെക്കുറിച്ചെല്ലാം ആവേശപൂർവ്വം അഭിമാനപൂർവ്വം സംസാരിച്ചു. എല്ലാവരും സുഷുപ്തിയിലാണ്ട് സമാധാനത്തോടെ ഉറങ്ങുകയും ചെയ്തു. എന്നാൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്രയും ഐതിഹാസികമായ വിജയം നേടിയിട്ട് പോലും ആ രാത്രി ഉറങ്ങാൻ കഴിയാതെ തടവുകാരെ പാർപ്പിച്ചിരിക്കുന്ന റൂമിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഉലാത്തുകയായിരുന്നു. നബിക്ക് ഉറക്കം വരാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ആ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് പലരുടെയും ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ട്. വരുന്ന ശബ്ദങ്ങളൊക്കെ ഞരക്കങ്ങളും മൂളലുകളും അസ്വസ്ഥതയുടെ പ്രകടനങ്ങളുമാണ്. അതൊന്നും താങ്ങാൻ ഈ പ്രവാചകന് കഴിയില്ല. ഈ പ്രവാചകൻ ദയയുടെയും സ്നേഹത്തിൻ്റെയും ഏതു സാഹചര്യത്തിലും മുറിഞ്ഞു പോവാത്ത കൃപയുടെയും കരുണയുടെയും പ്രതിരൂപമാണ്. എന്തിൻ്റെ പേരിലാണെങ്കിലും ഒരാളെ ശിക്ഷിക്കുക എന്ന് പറയുന്നത് നബിക്ക് താങ്ങാൻ കഴിയില്ല. ഒരു ഉറുമ്പിനെ ശിക്ഷിക്കുമ്പോൾ പോലും ഈ പ്രവാചകൻ വല്ലാതെ വേദനിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനസ്സുകൊണ്ട് ശ്രദ്ധിക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഒരാളുടെ ശബ്ദം ഒരല്പം ഉയർന്നു കേൾക്കുന്നുണ്ട്. അല്ലെങ്കിൽ നബിക്ക് അത് വേറിട്ട് കേൾക്കുന്നതാവാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ശബ്ദം തിരിച്ചറിഞ്ഞു. അത് മറ്റാരുടെയുമല്ല, തൻ്റെ പിതൃവ്യനായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിൻ്റേതാണ്. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് വലിയ മാന്യനായൊരു വ്യക്തിയാണ്. മാത്രമല്ല അത്യാവശ്യം സാമ്പത്തികമായ ശേഷിയുള്ള ആളാണ്. അദ്ദേഹത്തിന് പലിശ ഇടപാടാണ് പ്രധാനമായും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം, അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്നേഹമാണ്, ബഹുമാനമാണ്, എപ്പോഴും നബിയുടെ കൂടെ നിൽക്കാറുണ്ട്. പക്ഷേ ഇസ്ലാം സ്വീകരിക്കാൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് അതുവരെയും തയ്യാറായിട്ടില്ല. പിന്നീട് അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഞരക്കവും മൂളലും എല്ലാം ഉയർന്നു കേട്ടപ്പോൾ നബിക്ക് വല്ലാത്ത വിഷമമുണ്ടായി. അപ്പോൾ അവിടെ കാവലിന് വേണ്ടി 1-2 സഹാബിമാരെ നിർത്തിയിരുന്നു. അവർക്ക് ഈ കാഴ്ച വല്ലാത്തൊരു സങ്കടമുണ്ടാക്കി. അതായത് നബിക്ക് ഉറക്കം വരുന്നില്ല, നബി ഉറങ്ങുന്നില്ല, നബിക്കൊരു സമാധാനമില്ല. അതാണ് അവരെ വേദനിപ്പിക്കുന്നത്. അപ്പോൾ അവർ വിചാരിച്ചു, കൂട്ടത്തിൽ ഏറ്റവും ഉയർന്നു കേൾക്കുന്ന ആ ശബ്ദമാണ് സത്യത്തിൽ നബിയെ ഏറ്റവും അസ്വസ്ഥനാക്കുന്നത്. അതുകൊണ്ട് ആ ശബ്ദം ആരുടേതാണ് എന്ന് പോയി നോക്കാം. അവർ പോയി നോക്കുമ്പോൾ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിൻ്റേതാണ്. നബിൻ്റെ എളാപ്പയുമാണല്ലോ. അപ്പോൾ സ്വാഭാവികമാണ് നബിക്ക് ഇദ്ദേഹത്തിൻ്റെ ഞരക്കവും മൂളലുമെല്ലാം കേൾക്കേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ അദ്ദേഹം വലിയ അസ്വസ്ഥതയുണ്ടാവുക എന്നത് വലിയ ഒരു സത്യം തന്നെയാണ്. അതുകൊണ്ട് അവർ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിൻ്റെ അടുക്കൽ പോയി അദ്ദേഹത്തിൻ്റെ കയ്യിലെയും കാലിലെയും കെട്ടുകൾ ഒന്ന് അയച്ചു. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഞരക്കവും മൂളലുമെല്ലാം അവസാനിച്ചു. ഇതൊന്നും നബി കാണുന്നില്ല, നബി അറിയുന്നില്ല. നബി പിന്നെ നോക്കുമ്പോൾ അതുവരെ കേട്ടിരുന്ന
ആ വലിയ ശബ്ദം കേൾക്കുന്നില്ല. അതോടുകൂടി നബിക്ക് ആധിയായി. നബി കാവൽക്കാരായ സഹാബിമാരുടെ അടുക്കലേക്ക് വന്നു. നേരത്തെ ഒരാളുടെ ശബ്ദം ഉയർന്നു കേട്ടിരുന്നല്ലോ, അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇപ്പോൾ കേൾക്കുന്നില്ല, അദ്ദേഹത്തിന് എന്ത് പറ്റി, അദ്ദേഹം മരിച്ചുപോയോ എന്നൊക്കെ നബി വലിയ ഉദ്വേഗത്തോടെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നബിയെ, അത് അബ്ബാസിൻ്റെ ശബ്ദമായിരുന്നു. ഞങ്ങൾ അങ്ങയുടെ മനസ്സിനൊരു ശാന്തി ഉണ്ടായിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിലെ കാലിലെ കെട്ടുകൾ ഒന്ന് അയച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഞരക്കവും മൂളലുമെല്ലാം അദ്ദേഹം നിർത്തി. അതാണ് വിഷയം, മറ്റൊന്നുമല്ല. അത് പറഞ്ഞപ്പോൾ മാനുഷികത്തിൻ്റെ മഹാചാര്യൻ സ്നേഹത്തിൻ്റെ പ്രതിരൂപം പറഞ്ഞു, അബ്ബാസിൻ്റെ വേദന മാത്രമല്ല വേദന, എല്ലാവരുടെ വേദനയും വേദനയാണ്. അബ്ബാസിൻ്റെ കയ്യിലെയും കാലിലെയും കെട്ടുകൾ നിങ്ങൾ അയക്കുകയാണ് എങ്കിൽ ആ ഔദാര്യം അബ്ബാസിന് മാത്രം പറ്റില്ല, ഞാൻ അനുവദിക്കില്ല. കെട്ടുകയാണെങ്കിൽ എല്ലാവരെയും മുറുക്കി കെട്ടുക, അയക്കുകയാണ് എങ്കിൽ എല്ലാവരുടെയും കെട്ടുകൾ അയക്കുക. മഹാനായ നബിയുടെ സ്നേഹത്തിൻ്റെ ആഴവും പരപ്പും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.